ഒരു 3 മാസം മുൻപ് നമ്മൾ ഏറ്റവും കേട്ടിട്ടുള്ള ഒരു വാക്കെന്ന് പറയുന്നത് പിണറായി 3.0 ലോഡിംഗ് എന്നായിരിക്കും. അതിനുശേഷം തോൽവി സംഭവിക്കുന്നു. എന്നിട്ട് അതിനുശേഷം ഈ വോട്ടെണ്ണൽ ഘട്ടത്തിൽ തന്നെ എം സ്വരാജ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി വരുന്നതിൽ പറയുന്നത് കേരളം അരാഷ്ട്രീയവാദികൾ കൊണ്ട് നിറയുന്നു എന്നാണ്. അങ്ങനെ ഒരു നറേറ്റീവ് വരുന്നു. അതിനുശേഷം ഇത് തോൽവിയല്ല, 102 വോട്ട് എന്ന് പറയുന്നത് വേറെന്തോ, 102 സീറ്റ് എന്ന് പറയുന്നത് വേറെന്തോ ആണെന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടായി. ഏറ്റവും ഒടുവിൽ ഒരു 2-3 മാസത്തെ നീണ്ട പോരാട്ടത്തിന് ശേഷം ഒടുവിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. പരാജയം സംഭവിച്ചു. എന്തുകൊണ്ട് പരാജയം സംഭവിച്ചു എന്നതിനെ പറ്റി ഒരു വിശകലനമൊക്കെ വലിയ വായിൽ പറയുന്ന എം ഷംസീറിനെ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പരാജയ സമ്മതം, കുറ്റസമ്മതം എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ടാവൂ. എന്റെ സംശയം, പിണറായി ഒക്കെ അംഗീകരിച്ചിട്ടുണ്ടാവുമോ ഈ പരാജയത്തിന് കാരണം താനായിരിക്കാമെന്നൊക്കെ? പിണറായി അംഗീകരിച്ചില്ലെങ്കിൽ ജനം അംഗീകരിച്ചു. ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ പിണറായി 3.0 എന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ ജനം ഓർത്തു പിണറായി 3.0 ഇത് വരാൻ പോവാണോ വീണ്ടും, ഓ എന്റെ പൊന്നോ. അപ്പൊ ബാക്കി കൂട്ടി വായിച്ചു എന്നുള്ളതാണ്. LDF അല്ലാതെ ആരുണ്ട് എന്ന ക്യാപ്ഷൻ പോലും തെറ്റിപ്പോയി. LDF അല്ലാതെ ആരുണ്ടെന്ന് ചോദിച്ചപ്പോ ചെന്ന് ജനത്തിന് പേടിയായി, ഇവന്മാരെ ഇനിയും സഹിക്കേണ്ടി വരുമല്ലോ എന്ന്. അപ്പൊ ഈ 3.0യും ഈ ആരുണ്ട് ചോദ്യമൊക്കെ ആണ് ഇവരെ തിരിച്ചടിച്ചെന്ന് അവര് വിലയിരുത്തുന്നുണ്ട്. നോക്കൂ, CPM എല്ലാത്തിൻ്റെയും കാരണങ്ങൾ കണ്ടെത്തി. ഞങ്ങൾ തോറ്റതിന്റെ കാരണം വെള്ളാപ്പള്ളിയെ കാറക്കയറ്റിയതാണ്, അയ്യപ്പ സംഗമത്തിൽ തട്ടിപ്പ് നടത്തിയതാണ്, അയ്യന്റെ കൊള്ള അടിച്ചു മാറ്റാൻ നോക്കിയാണ്, അരവണ മുതൽ അയ്യപ്പനെ വരെ അടിച്ചു മാറ്റാൻ നോക്കിയതാണ് ഒക്കെ കണ്ടെത്തി. കാരണങ്ങൾ കണ്ടെത്തി. പക്ഷെ കാരണഭൂതൻ ആരാണെന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ. ഈ കാരണങ്ങൾക്കൊക്കെ ഒരു കാരണഭൂതൻ ഉണ്ടാവണം. തീർച്ചയായിട്ടും അത് ഞാനാണ് എന്ന് ഏറ്റെടുക്കാൻ പിണറായി വിജയൻ തയ്യാറല്ല. ആയിരുന്നെങ്കിൽ അദ്ദേഹം ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമായിരുന്നില്ല. ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ ശ്രീ ഷംസീറോ, ശ്രീ EP ജയരാജനോ, ശ്രീ KK ശൈലജയോ ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞും വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് പിണറായി വിജയന്റെ നേർക്ക് തന്നെയാണ്. ഈ പറയുന്ന വിഴിഞ്ഞം വിഷയത്തിൽ ശ്രീമതി ശൈലജ പറഞ്ഞു, ഇപ്പോൾ അത് വിവാദമാക്കേണ്ട കാര്യമില്ല, അനാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനന്ന് മനോരമയിലാണെന്ന് ശ്രീ അയ്യപ്പദാസിനോട് ഞാൻ പറഞ്ഞു, ഈ 1 മാസത്തിനുള്ളിൽ ആദ്യമായി പ്രതിപക്ഷം കൊണ്ടുവന്ന വലിയ അഴിമതി ആരോപണമായിരുന്നു വിഴിഞ്ഞത്ത് ഈ പറയുന്ന MSME വരുന്നു, അപ്പോൾ അതിൻ്റെ പിന്നിൽ കോൺഗ്രസിന് വലിയ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ ഇത് ആഞ്ഞടിക്കുന്നത്. ആ വിഷയത്തിൽ ചർച്ചയ്ക്ക് CPMന്റെ പ്രതിനിധി ഉണ്ടായിരുന്നില്ല, വിടുന്നില്ല. കാര്യം എന്താ, ശൈലജ പറയുന്നത് അഴിമതിയല്ല, EP ജയരാജൻ പറയുന്നത് അഴിമതിയല്ല, പിണറായി പറയുന്നത് അഴിമതിയാണ്. നിങ്ങൾ തമ്മിൽ ഒന്ന് തീരുമാനിക്കണം. അതെ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. അപ്പോൾ അവർക്കൊരു അഴിമതി ആരോപണം പോലും ഉന്നയിച്ചുകൊണ്ട് വരാൻ ഇപ്പൊ പറ്റുന്നില്ല. പ്രതിപക്ഷം എന്ന നിലയിൽ സമ്പൂർണ്ണ പരാജയമാണ്, തോൽവികളിൽ തോൽവിയാണ് നിലവിലെ പ്രതിപക്ഷം. ഈ പറഞ്ഞ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ പോലും അതിനുള്ളിൽ ഒരു പിളർപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്നുള്ള MLA ശ്രീ KN ബാലഗോപാൽ LOP മിണ്ടായിരിക്കാതെ വല്ലതും പറ, ഈ കളിക്ക് ഞാനില്ല, ഞാൻ മണൽ വരാൻ പോവാ പൂച്ചി എന്ന് പറയുന്ന അവസ്ഥ. അതായത് പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ അവിടെ ഒരു ടീം വരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോ അവര് ചോദിക്കാൻ ഒരു ടെൻഡൻസി വരുന്നുണ്ടെങ്കിലും അവിടെ ഒരു നിശബ്ദത നിഴലിക്കുന്നുണ്ട്. ഇപ്പൊ KK ശൈലജ ടീച്ചറുടെ കാര്യം പറഞ്ഞാലും, ഈ പറഞ്ഞ DYFIയുടെ എല്ലാ ഏരിയ കമ്മിറ്റികളിലും പല വിമർശനങ്ങൾ ഉണ്ടാകുന്നു, SFIയുടെ കമ്മിറ്റികളിൽ വിമർശനം ഉണ്ടാകുന്നു. പക്ഷെ അത് നേരിട്ട് പറയാൻ ഒരു സ്പേസ് അവിടെ ഉണ്ടാകുന്നില്ല. ഒരു ഭയത്തിന്റെ എലമെന്റ് അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും പിണറായി വിമർശിച്ചതിന്റെ പേരിൽ അനുഭവിച്ച ആളാണ് TP ചന്ദ്രശേഖരൻ. അങ്ങനെ തുടങ്ങി കഴിഞ്ഞ കാലങ്ങളിൽ വലിയ പിണറായി വിമർശകർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ശ്രീ ബിനീഷ് കോടിയേരി പാർട്ടിക്ക് വെളിയിൽ ഇപ്പോഴും മെമ്പർഷിപ്പിന് വേണ്ടി കരയേണ്ടി വരുന്നതുമൊക്കെ ചില ശൈലികളിൽ പിണറായി വിമർശിച്ചതുകൊണ്ടാണ്. അപ്പൊ പിണറായി വിമർശിക്കുന്നവരെ എങ്ങനെയാണ് ആ പാർട്ടി അല്ലെങ്കിൽ പിണറായി ടീം കൈകാര്യം ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയാം, നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ശൈലജ ടീച്ചറെയും EP ജയരാജനെയും ഈ പറയുന്ന ഷംസീറിനെയൊക്കെ അത് ഭയപ്പെടുത്തുന്നുണ്ടാവാം. അങ്ങ് പറഞ്ഞതുപോലെ അവരെ സൈലൻസ്ഡ് ആക്കുന്നതിൽ അതിനൊരു വലിയ പങ്കുണ്ട്. പക്ഷേ എന്നാലും ആ പാർട്ടിക്കുള്ളിൽ നിന്ന് പിണറായിക്കെതിരെ ചില വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് അവിടുത്തെ ജനാധിപത്യം വളരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. CPM ഒരു റിഫൈൻ ചെയ്തെടുക്കപ്പെടട്ടെ. നല്ല CPM ഇല്ലാതാവണമെന്നൊന്നും പോലും പറയുന്നുണ്ട്, CPM എന്ന പാർട്ടി നശിക്കരുത് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ ഇവര് നശിക്കരുത് എന്നതിനൊപ്പം ഇവർ ഇതേപടി പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാര്യം ഞങ്ങൾക്ക് ഒരു 10-15 വർഷം കൂടെ അടുപ്പിച്ച് ഭരിക്കാനുള്ള സംവിധാനം ഇവരായിട്ട് ചെയ്തു തരും. ഇപ്പോൾ അങ്ങ് നോക്കൂ, ഈ 60 ദിവസത്തിനിടയിൽ ഒരു 50 ചാനൽ ചർച്ചകൾ, വാരാന്ത്യ ചർച്ചകൾ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലുണ്ട്. അങ്ങ് എൻ്റെ ഫേസ്ബുക്ക് കയറി നോക്കിയാൽ മതി. ആ 50 എണ്ണത്തിൽ ഒരെണ്ണത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 50-ൽ ഒരു 48 എണ്ണവും CPMനെതിരാണ്. നോക്കി, ഇവര് പ്രതിപക്ഷത്തിരിക്കുവാണ് സാർ. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവർക്കെതിരായിട്ടുള്ള വിഷയങ്ങൾ മാത്രമേ ചർച്ച ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാര്യം അവരതുപോലെ വിഷയങ്ങൾ ഉണ്ടാക്കിയാണ്. സർക്കാരിനെതിരായ 1-2 വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടാവാം.
CPM പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും അവർ ജനങ്ങളാൽ വിമർശിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയാണ്. അപ്പോൾ പിണറായി വിജയൻ മനസ്സിലാക്കേണ്ടത് ഈ കാരണങ്ങളുടെ മുഴുവൻ കാരണഭൂതൻ പിണറായി വിജയനാണ്. അദ്ദേഹം മാറി നിൽക്കാൻ, പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറി നിന്ന് ആ പാർട്ടിയെ രക്ഷിക്കാനുള്ള കാര്യം ചെയ്യണം. 2, ഷംസീർ എന്ന് പറഞ്ഞത് ഈ പറയുന്ന അയ്യപ്പ സംഗമത്തിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ലെറ്റർ വായിച്ചത് തെറ്റായിപ്പോയി എന്ന് മനസ്സിലായതാണ്. ഈ ഷംസീർ അവിടെ സ്പീക്കറായിരുന്ന് ആ വേദിയിലിരുന്ന് ഈ വായന കേട്ട് കോൾമയർ കൊണ്ട ആളാണ്. ഭയങ്കര അഭിമാനപുരസ്കരം, യോഗി അണ്ണൻ നമ്മുടെ ലെറ്റർ അയച്ചല്ലോ എന്ന് വായിച്ച. യോഗി മാത്രമല്ല ലെറ്റർ അയച്ചിരുന്നത്, വേറെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ അയച്ചിരുന്നു, അതൊന്നും വായിച്ചില്ല. അപ്പോ സംഘ് പരിവാറിനെ സൂചിപ്പിക്കാൻ, BJP സൂചിപ്പിക്കാൻ, കേന്ദ്ര ഗവൺമെന്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് യോഗിയുടെ ലെറ്റർ വായിച്ചത്. അപ്പൊ അത് അവർക്കിപ്പോൾ മനസ്സിലായി. പിന്നീട് അവർ പറയുന്നത് അയ്യപ്പ സംഗമം നടത്തിയ ഞങ്ങളല്ല, ദേവസ്വം ബോർഡാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ മേഘയ്ക്ക് ഓർമ്മ ഉണ്ടാവും, ഈ നമ്മുടെ ഈ നാട് മുഴുവൻ അയ്യപ്പ സംഗമത്തിന് ഫ്ലക്സ് വെച്ചപ്പോൾ അതിൽ അയ്യപ്പനെക്കാട്ടിലും വലിയ രൂപത്തിൽ പടം കൊടുത്തിരുന്നത് അയ്യപ്പനെ കാണണമെങ്കിൽ, അല്ലെങ്കിൽ അയ്യപ്പന്റെ വിഗ്രഹം കാണണമെങ്കിൽ നമ്മൾ സൂക്ഷിച്ചു നോക്കണമായിരുന്നു ഇതിൽ അയ്യപ്പനുണ്ടോ എന്ന്. പക്ഷെ പിണറായി വിജയന്റെ എന്റേതല്ല, എന്റെ ഫുൾ ഫിഗർ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് സർക്കാർ നടത്തിയല്ലെങ്കിൽ എന്തിനാണ് പിണറായി വിജയന്റെ പടം അതിൽ വെച്ചത്? അപ്പൊ ഇത് സർക്കാർ നടത്തിയതാണ്. സർക്കാർ അതിനുവേണ്ടി കോടികൾ ചെലവഴിച്ചു, അതിൽ അഴിമതി ഉണ്ടായി, അതിന്റെ പുറത്ത് ജനം ഇവരെ പടിയടച്ചു പിണ്ടം വെച്ചു. അതുപോലെ തന്നെയാണ് വെള്ളാപ്പള്ളിയുടെ ഇടപെടലും. അതെ, വെള്ളാപ്പള്ളി ആർക്ക് വേണ്ടി സംസാരിക്കുന്നു അവരെല്ലാം തോക്കുന്ന ചരിത്രമാണ് രാഷ്ട്രീയ ഇതിലാണ്. ഞാൻ വെള്ളാപ്പള്ളി നടേശനെ എന്ന വ്യക്തിയെ വിമർശിക്കുന്ന ഒരാളാണ്. അദ്ദേഹം SNDPയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ മറ്റൊരു സ്ഥാനീയനാണ്. അദ്ദേഹത്തെ നമ്മൾ ബഹുമാന പുരസ്കാരം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ചില സ്റ്റേറ്റ്മെന്റുകൾ, ആ സ്റ്റേറ്റ്മെന്റുകൾ തെറ്റായിരുന്നു എന്ന് പറയേണ്ടത് ആ സമയത്തെ സർക്കാരാണ്. ഇപ്പൊ മലപ്പുറവും ആയിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം അദ്ദേഹം ഉയർത്തുന്നു, ഒരു പരാമർശം. അപ്പൊ അതിൻ്റെ അകത്ത് ഫാക്ട് ചെക്ക് നടത്തി പറയേണ്ട ആരാ? സർക്കാരാ. അദ്ദേഹം പറയുന്നു UDF കാലത്താണ് മലപ്പുറത്തിന് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തത്, സ്കൂളുകൾ കൊടുത്തത്, ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾക്ക് തന്നില്ല, SNDP യോഗത്തിന് തന്നില്ല. അപ്പോൾ അത് SNDP ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹം ഒരു വിഷയം ഉന്നയിക്കുക, റേസ് ചെയ്തിരിക്കുക. അപ്പം അതിന് അന്നത്തെ സർക്കാർ പറയണ്ടേ, UDF കാലത്ത് അല്ലെങ്കിൽ LDF കാലത്ത് SNDP യോഗത്തിന് ഇത്ര സ്കൂളുകൾ ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ട്, ഇത്ര ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്, മലപ്പുറത്തിന് ഇത്രയാണ്. അപ്പം അന്നത്തെ കണക്ക് വെളി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്ന SNDP യോഗത്തിൻ്റെ സ്കൂളുകൾക്കാണ്. അപ്പം അത് പറയേണ്ടത്, ക്ലാരിറ്റി വരുത്തേണ്ടത് CPM ആയിരുന്നു, അല്ലെങ്കിൽ CPMന്റെ സർക്കാരാണ്. അവരവിടെ സൈലൻസ്ഡ് ആയി. എന്തുകൊണ്ടാണ്? ഇതിന്റെ ഇടയ്ക്ക് അതിനുള്ള ശ്രമം നടത്തി. അപ്പൊ അത് ശരിയല്ല എന്ന അഭിപ്രായം CPM തന്നെ പറയുമ്പോൾ ഞങ്ങൾ അംഗീകരിക്കുകയാണ്, അവരെ സ്വാഗതം ചെയ്യാണ്. പിന്നെ എത്ര സ്വാഗതം ചെയ്താലും എത്ര തിരുത്തിയാലും പിണറായി എന്താണ് ഈ പുളി എത്ര ഇത് തേങ്ങ എത്ര അരച്ചാലും താളു തന്നെയല്ലേ കറി എന്ന് പറയുന്ന പോലെ വിമർശനം എത്ര നടത്തിയാലും പിണറായി വിജയൻ തന്നെയല്ലേ പ്രതിപക്ഷ നേതാവ്. അപ്പൊ പിന്നെ അതിനെല്ലാം കാരണഭൂതനായ ആളെ മാറ്റാൻ, തേങ്ങ അരച്ച് ഏറ്റവും കുറഞ്ഞത് ഒരു കൂണുകറിയെങ്കിലും വെക്കാൻ താള് മാറ്റി, അല്ലെങ്കിൽ വെണ്ടയ്ക്കാത്തോരനെങ്കിലും വെക്കാൻ ഇവർ തയ്യാറാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ. അതെ, ഇപ്പൊ ഈ AM ഷംസീറിന്റെ ഈ പ്രസംഗത്തെ ഇഴകീറി പരിശോധിക്കുകയാണെങ്കിൽ ആദ്യത്തെ 45 സെക്കൻഡുകൾ കാണുമ്പോൾ വെളിച്ചം വീണോ എന്ന് തോന്നുമെങ്കിലും അവസാനത്തെ 30 സെക്കൻഡുകൾ കാണുമ്പോൾ ശങ്കരം വീണ്ടുന്നെങ്കിൽ തന്നെയാണ് നമുക്ക് തന്നെ തോന്നിപ്പോകുന്ന സാഹചര്യമാണ്. ഇവിടെ 2 മാസം മുഖ്യമന്ത്രി 2 ആഴ്ചകൾ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നോ? രമേശ് ചെന്നിത്തല വന്നിട്ട് രമേശ് ചെന്നിത്തലയെ തൂഫാനാക്കി വിട്ടില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇതേ ചോദ്യം എന്തുകൊണ്ട് തിരിച്ച് സ്വന്തം മുന്നണിയിലേക്ക് ചോദിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല വീണ്ടും? അല്ല, അതിനുള്ള ആർജവും ഇല്ല. അതുകൊണ്ടാണ് അത് ഇത് തന്നെ പറയുന്നത്. ഇപ്പൊ വെളിച്ചം വീണ കാര്യം പറയുമ്പോഴാണ് ഈ ജോസഫും DYFയുടെ നേതാക്കളും എല്ലാം ഇപ്പം ഈ KSEB സമരത്ത് ഷട്ട് ഡൗണിനെതിരെ സമരം ചെയ്യാം. അപ്പോൾ അത് അവരുടെ കാലത്തെ പ്രശ്നമാണ്. കാര്യം അവര് മെയ് മാസത്തിൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കറണ്ട് കടം മേടിച്ചു. അപ്പൊ അവരുണ്ടാക്കിയ കരാർ പ്രകാരം ജൂൺ തൊട്ട് അത് തിരിച്ചു കൊടുക്കണം. റിവേഴ്സ് ഇതാണ്. അപ്പൊ അത് അവരുണ്ടാക്കിയ കരാർ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കറണ്ട് തിരിച്ചു കൊടുത്തേ മതിയാവുകയുള്ളൂ. പിന്നെ രണ്ടാമത് മഴ കുറഞ്ഞു, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഇവരുടെ കാലത്ത് ലോഡ് ഷെഡിംഗ് ഒന്നും വിളിക്കില്ലായിരുന്നു, പകരം വേറെ പേരിടുമായിരുന്നു. ഞങ്ങളുടെ കാലത്ത് ലോഡ് ഷെഡിംഗ് ആണെന്ന് തന്നെ പറയും. അതാണ് വിഷയം. പക്ഷെ രസം, വെളിച്ചത്തിന് കാര്യം പറയുമ്പോൾ രസം എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം കാണുന്നത് ശ്രീ ജോസഫ്, എൻ്റെ സുഹൃത്താണ്, തൃക്കാക്കരയിൽ മത്സരിച്ച, അങ്ങേക്കറിയാലോ, ഡോക്ടർ ജോസഫ്. അപ്പൊ ഡോക്ടർ ജോസഫ് ഇതിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി മെഴുകുതിരി കത്തിച്ചിങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ വീടിന്റെ ഉള്ളിൽ മുഴുവൻ വെട്ടമാണ്. ഈ 500 വോട്ടിന്റെ ലൈറ്റ് മുഴുവൻ ഇട്ടിട്ട് കറണ്ട് ഇല്ല സാർ എന്ന് പറഞ്ഞ് തിരിയും പിടിച്ച് നിൽക്കുകയാണ്. ഏത് യൂണിവേഴ്സിലാണ് ഇവരെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. DYFയുടെ നേതാക്കൾ സമരം ചെയ്യുന്നത് അവരെല്ലാം ഈ പറയുന്ന എല്ലായിടത്തും ലൈറ്റ് ഇട്ടിരിക്കുക. പാർട്ടി ഓഫീസിന്റെ ഉള്ളിൽ മുഴുവൻ ലൈറ്റ്, പാർട്ടിയുടെ ഓഫീസിന്റെ വെളി ഇറങ്ങി നിന്ന് തിരികെ ഓഫ് ചെയ്താൽ ഈ മുഹമ്മദ് റിയാസ് അദ്ദേഹം സമരം ചെയ്യാണ് ഈ KSEB ഓഫീസിന്റെ പറഞ്ഞു. KSEB ഓഫീസിൽ മുഴുവൻ വെട്ടം, റോട്ടിൽ മുഴുവൻ വെട്ടം. അപ്പം അങ്ങനെ ഒരു പ്രതിസന്ധി ഇത് കത്തിച്ച് വെച്ച് സമരം ചെയ്യുമ്പോൾ ഉണ്ടാവുന്നുണ്ട് എന്നത് അവർ മനസ്സിലാക്കിയാൽ മതി. അവരുടെ തലയിൽ വെട്ടം വീഴട്ടെ
ഏറ്റവും കുറഞ്ഞ പക്ഷം ആപ്പിളെങ്കിലും വീഴട്ടെ എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുക.